രണ്ടാമത്തെ ബ്ലോക്കിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ യൂണിറ്റിൽ ഉടനീളം പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന്റെ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിൽ ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിലും ലിറ്ററേച്ചറിൽ ഉണ്ടായ മാറ്റങ്ങളുമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എന്താണ്, മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്താണ്, അതിനെ തുടർന്നുകൊണ്ട് വന്ന റിനൈസൻസ് പീരിയഡ്, നിയോ ക്ലാസിക്കൽ പീരിയഡ് അല്ലേ, ഇതൊക്കെ എന്താണെന്നും ഈ പീരിയഡിന്റെ ഒക്കെ പ്രത്യേകതകൾ എന്താണെന്നും നമ്മൾ ആക്ച്വലി ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ഈ ഒരു ബുക്കിന്റെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഓരോ പീരിയഡിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന്റെയും അതേപോലെ തന്നെ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിന്റെയും ആ കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ, അതേപോലെ തന്നെ ലിറ്ററേച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള കുറച്ച് കവികൾ ആരാണ്, അതുപോലെ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സ്, അതത് കാലഘട്ടത്തിലുള്ള ആ പോയറ്റ്സ്, അവരുടെ കൃതികൾ, ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഈ ഒരു ലെസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയുകയാണ്, ആക്ച്വലി ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഈ പേപ്പറും ബ്രിട്ടീഷ് ഹിസ്റ്ററിയും ഒരുപാട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പേപ്പേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി ബ്രിട്ടീഷ് ഹിസ്റ്ററി കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ലിറ്ററേച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, കാരണം ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഹിസ്റ്ററി തന്നെയാണ്, ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങളാണ് ഈ ബുക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ രണ്ടും എന്ത് ചെയ്തിട്ടാണ്, രണ്ടും കണക്ട് ആയി കിടക്കുന്ന ഒന്നാണ്. പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ ഒരു അതായത് ഈ ബുക്കിന്റെ ആദ്യത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ വിശദമായി പറയുന്നുണ്ട് ഓരോ പീരിയഡുകളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, റിനൈസൻസ് പീരിയഡ്, നിയോ ക്ലാസിക്കൽ ഏജ്, ആ നിയോ ക്ലാസിക്കൽ ഏജിന്റെ കുറെ സബ് ഡിവിഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അവസാനം വിക്ടോറിയൻ ഏജിലെ മോഡേൺ പീരിയഡിലെ കണ്ടംപററി, അങ്ങനെ ഒരുപാട് പീരിയഡ്സും ഏജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ആ ഒരു യൂണിറ്റിന്റെ ക്ലാസ് നിങ്ങൾ നന്നായി കേട്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് ഇരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല. സോ നമുക്ക് നോക്കാം, ഇനി ക്ലാസ്സിലോട്ട് കിടക്കാം. അതായത് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണത്? ആംഗ്ലോ സാക്സൺ പീരിയഡ് അല്ലെ. അതായത് ആദ്യം തന്നെ ഈ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ പറഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ജർമ്മൻ ട്രൈബ്സ് ആയ ആംഗിൾസ്, സാക്സൺസ്, അതുപോലെ തന്നെ ജൂട്സ്, ഈ മൂന്ന് ജർമ്മൻ ട്രൈബ്സ് ബ്രിട്ടനിലോട്ട് എന്ത് ചെയ്യുകയാണ്, ഇൻവേഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഇവരവിടെ അങ്ങനെ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തതിനു ശേഷം ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്നുകൊണ്ട് നമ്മൾ അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം, ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത് ആരാണ്? അവര് ദേവർ ബാർബേറിയൻസ് അല്ലെ, അവര് കാട്ടാളന്മാരാണ്, അവർ തോന്നുന്നത് പറിച്ചു കഴിക്കും, അങ്ങനെ ഒട്ടും സിവിലൈസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ഒരു കൾച്ചറൽ അടുക്കും ചിട്ടയില്ലാത്ത ഒരു ജീവിതമാണ് അവർ കിട്ടുന്നത് കഴിക്കും, അതേപോലെ തന്നെ തോന്നുന്നിടത്ത് താമസിക്കും, ഒട്ടും സിവിലൈസ്ഡ് അല്ല. പിന്നെ അവരുടെ റിലീജിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവർ പ്രകൃതിയായ സൂര്യൻ അഥവാ സൂര്യനെയും പുഴയെയും തീനെയും അങ്ങനെ മരങ്ങളെയും അങ്ങനെ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങളെ ദൈവമായി കണ്ട് അങ്ങനെ ബലിയൊക്കെ അർപ്പിച്ച് അത്തരത്തിലാണ് അവരുടെ റിലീജിയൻ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ, പിന്നെ നമുക്ക് നോക്കാം, അതായത് ആംഗ്ലോ സാക്സൺസ് പിന്നീട് എന്തായി, അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. എന്തായാലും 100 ഷെയർസ്, അത് ഈ ബുക്കിലില്ല, ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലാണുള്ളത്. 100 ഷെയർസ്, അതേപോലെ തന്നെ അങ്ങനെ നിർമ്മിച്ചതിന് ശേഷം ഇവർ 7 കിങ്ഡംസ് ആയിട്ട് മാറിയില്ലേ, 7 കിങ്ഡംസ് ഇവർ ഫോം ചെയ്തു. ഏതൊക്കെയാണ്? നോർത്തംബ്രിയ, മെർസിയ, ഈസ്റ്റ് ആംഗ്ലിയ, എസെക്സ്, വെസെക്സ് ആൻഡ് സസെക്സ് ആൻഡ് ദെൻ കെന്റ്. ഇങ്ങനെ 7 കിങ്ഡം
പഠിച്ചു. പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത എന്താണ്? ഈ 7 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഏറ്റവും നല്ല ഒരു പ്രമാണി അവരെ ഇതിന്റെ ഒക്കെ മുകളിൽ തലവനായിട്ട് ഇവരെന്ത് ചെയ്യും? നിയമിക്കും. അങ്ങനെയാണ് അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ള കാര്യം ഇനി ഓൾഡ് ഇംഗ്ലീഷ് അതായത് ആംഗ്ലോ സാക്സൺ പീരിയഡിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് എന്തിനാണ്? ഓറൽ ലിറ്ററേച്ചർ ആണ് അവർ കൂടുതലും കൈമാറി വന്നത് തലമുറകളായിട്ട്. അതായത് വാമൊഴി അല്ലെ, വാമൊഴിയിലൂടെയാണ് ഇവർക്ക് ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ പോയംസ് ആയിക്കോട്ടെ എന്താണെങ്കിലും അവരുടെ ലിറ്ററേച്ചർ അങ്ങനെയാണ്. എന്നിരുന്നാലും ആ കാലഘട്ടത്തും ചില പോയറ്റ്സ് കവികൾ ജീവിച്ചിരുന്നു. ഓക്കെ, അവരും ഒരുപാട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് റിലീജിയസ് ആയിട്ടുള്ള എഴുത്തുകളും അല്ലെ, ദൈവമാണ് എല്ലാം എന്നുള്ള രീതിക്കുള്ള എഴുത്തുകളും അല്ലെ. പിന്നീട് ഇവിടെയൊക്കെ എന്ത് സംഭവിച്ചു? റോമൻ കോൺക്വസ്റ്റ് നടന്നിട്ടുണ്ട് അല്ലെ. ഇവരിനെയല്ലേ റോമൻസ് ഇൻവേഡ് ചെയ്തത്, എന്നിട്ട് ഇവരിനെ സിവിലൈസ് ആക്കി അല്ലെ. ആംഗ്ലോസ് ആൻഡ് സാക്സൺസിനെ എന്ത് ചെയ്തു? സിവിലൈസ് ആക്കി. അങ്ങനെയാണ് ഇവിടെ ഇംഗ്ലണ്ടിലോട്ട് എന്തെത്തുന്നത്? ക്രിസ്ത്യാനിറ്റി എത്തുന്നത് അല്ലെ. റോമൻസ് ആണല്ലോ കൊണ്ടുവന്നത് അല്ലെ. അങ്ങനെ ചർച്ചുകൾ ബിൽഡ് ചെയ്തു. അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഒരു കാലഘട്ടത്തില് കുറച്ച് കവികളും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിരുന്ന സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും നിങ്ങൾ ഒരുപാട് ഇതിനോടകം തന്നെ ഒരുപാട് കേട്ട ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു എപ്പിക്കാണ്. ഈ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന്റെ ഒരു പ്രധാനപ്പെട്ട എപ്പിക്കാണ് ബിയോവൂൾഫ് എന്ന് പറഞ്ഞ ഒരു എപ്പിക്ക് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ബിയോവൂൾഫിന്റെ കഥ എന്താണ്? അതായത് ബിയോവൂൾഫ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഹീറോ ആണ്. ഈ ജർമ്മൻ ഹീറോ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഭയങ്കര ധീരനാണ്, ഭയങ്കര അത്രയും നല്ല ഒരു ഇതാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അങ്ങനെ വരുന്നു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ കെന്റിന്റെ ഒരു രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. പിന്നീട് ഇയാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ രാജ്യത്തെ ആക്രമിച്ച ഡ്രാഗൺ ഉണ്ട് അല്ലെ, അതായത് ആ ഡ്രാഗണിനെ കൊന്നു കളയുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ചില അഡ്വഞ്ചറസ് സ്റ്റോറി, അതായത് ഹീറോയിക് കൗപ്ലറ്റ് തരുന്ന ഒരു എപ്പിക്കാണ് ഏത്? ബിയോവൂൾഫ് എന്ന് പറഞ്ഞ. ഈ ബിയോവൂൾഫ് എന്ന് പറഞ്ഞ എപ്പിക്ക് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന്റെ വളരെ ഒരു വലിയൊരു ഇത് തന്നെ നമുക്ക് തരുന്നത്. അതായത് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിൽ എങ്ങനെയായിരുന്നു ഇത്തരത്തിലൊരു ചെറിയൊരു ഐഡിയ ഒക്കെ ഈ ഒരു എപ്പിക് പോയം നമുക്ക് എന്ത് തരുന്നുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഇതിനോടകം തന്നെ പ്രോസും അത്യാവശ്യം എന്തായിരുന്നു? അതായത് ഇംഗ്ലീഷ് പ്രോസും അത്യാവശ്യം ഓൾഡ് ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഹോംലി ഓൺ സെന്റ് ജോർജ്, ഓക്കെ, ദ ഗ്രേറ്റ് ബൈ ആൽഫ്രിക് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസ് നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ അന്നത്തെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു? പ്രോസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയറ്റ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. കുറച്ച് കവികൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ കുറച്ച് കവികളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് ആരെയാണ്? സൈൻ വൂൾഫ്. ഓക്കെ, ആരാണ്? സൈൻ വൂൾഫ്. അതായത് 800 മുതൽ 825 ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഓൾഡ് ഇംഗ്ലീഷ് പോയറ്റ് ആണ് ആര്? സൈൻ വൂൾഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആ കാലത്ത് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ദ ഫീറ്റ്സ് ഓഫ് ദി അപ്പോസ്റ്റൽ, അതേപോലെ തന്നെ ഇലൈൻ എന്ന് പറഞ്ഞ, അതായത് വെർസിൽ ബുക്കിൽ നിന്നും ചീന്തിയെടുത്ത ഒരു താഴാണ് ഈ ഇലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രൈസ്റ്റ് സെക്കൻഡ്, ഓക്കെ, ക്രൈസ്റ്റിന്റെ പടം. അതുപോലെ ജൂലിയാന, അതായത് ജൂലിയാന എന്ന് പറയുന്നത് എക്സ്റ്റർ ബുക്കിൽ നിന്നും നമുക്ക് കണ്ടെത്താം. അതായത് എക്സ്റ്റർ ബുക്കിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ച ഒന്നാണ് ഏത്? ജൂലിയാന എന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഒട്ടനവധി വർക്കുകൾ ഇദ്ദേഹം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം സൈൻ വൂൾഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇദ്ദേഹത്തെ കുറിച്ചും അതേപോലെ തന്നെ ബിയോവൂൾഫ് എന്ന എപ്പിക് പോയത്തെ കുറിച്ചും എല്ലാം തന്നെ വിശദമായി പറയുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലും ഒരുപാട് നമ്മൾ പറയുന്നുണ്ട് അതിന്റെ യഥാർത്ഥ കഥാ സ്റ്റോറീസ് ഒക്കെ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഇതാണ് സൈൻ വൂൾഫ് ഇത്രയധികം കോൺട്രിബ്യൂഷൻസ്, അഥവാ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്ത് ഇദ്ദേഹം ഇത്രയും നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരാളാണ് കിങ് ആൽഫ്രഡ്. ആരാണ് കിങ് ആൽഫ്രഡ്? ഈ പേര് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. കിങ് ആൽഫ്രഡ് എന്ന് പറയുന്നത് ഒരു വെസെറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ
ഒരു രാജാവാണ് ആര്? കിങ് ആൽഫ്രഡ്. ഇദ്ദേഹമാണ് ഇംഗ്ലണ്ടിലെ ചില കാലഘട്ടം ഒക്കെ ഇദ്ദേഹമാണ് ഭരിച്ചിരുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ആ കാലഘട്ടത്ത് ഒരുപാട് അതായത് തന്റെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ എന്ത് ചെയ്തു? അവരെ ഈ ജനങ്ങളെ ഇദ്ദേഹം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങളെ ഇദ്ദേഹം എന്ത് ചെയ്തു? ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തന്റെ ജനങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കാൻ നോക്കിയിരുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. ഇതേപോലെ അതായത് സൈൻ വൂൾഫിനെ പോലെ തന്നെ മറ്റൊരു കവിയാണ് ആര്? സിയാഡ്മൺ. ഓക്കെ, സിയാഡ്മൺ. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ദ ഫസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ് എന്ന പേരിലാണ് നമ്മൾ ഈ സിയാഡ്മൺ എന്ന് പറഞ്ഞ കവിയെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. മനസ്സിലായില്ല? എന്താണ് ദി ഫസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ്? ആദ്യത്തെ ഇംഗ്ലീഷ് പോയറ്റ് എന്ന ഒരു പദവി നമ്മൾ ഇദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരുപാട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതിലാണ് എക്ലസിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ഈ ഒരു പുസ്തകത്തിലൂടെയാണ് നമുക്ക് ആക്ച്വലി ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഇതിലൂടെയാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലിറ്ററേച്ചറിന് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നോക്കാം. അടുത്ത ഒരു പോയറ്റ് ആണ് ആൽഡൻ. ആരാണ്? ആൽഡൻ. ഓക്കെ, ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വർക്ക്സുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ നിന്നും ഇന്നും സർവൈവ് ചെയ്ത് വരാത്ത കുറച്ച് കവിതകളാണ് അല്ലെങ്കിൽ കുറച്ച് വർക്ക്സുകളാണ് ഇദ്ദേഹത്തിൻ്റെത്. അതായത് സിയാഡ്മം അദ്ദേഹത്തിന്റെയും ഒരുപാട് പുസ്തകങ്ങൾ സർവൈവ് ചെയ്ത് വന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യവും. മാത്രമല്ല എന്നിരുന്നാലും സർവൈവ് ചെയ്ത് വന്ന ഒരു പോയമാണ് ഏത്? കാർണിയ എക്ലസിയാസി എന്ന് പറഞ്ഞ ഒരു വർക്ക്. മനസ്സിലായല്ലോ? അതായത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം നമുക്ക് അറിയാൻ സാധിച്ചത്. മനസ്സിലായില്ലേ? മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അന്ന് കാലത്ത് അതായത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ വളരെ ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അതായത് ഇപ്പം ബീഡ് എന്ന് പറഞ്ഞ ഒരു പോയറ്റ് ആണ്. ഈ ബീഡ് എന്ന് പറഞ്ഞ പോയറ്റ് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയിരുന്ന അല്ലെങ്കിൽ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലുമായിട്ട് ഇൻസ്പയർ ചെയ്ത അത്രയും നല്ല കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു കവിയാണ് ബീഡ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തത ഏറിയതാണ്. മനസ്സിലായല്ലോ? ഇത്രയൊക്കെ നമുക്ക് നോക്കാം. ഇവരൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് പോയറ്റിന്റെ അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്തും. നമുക്ക് നോക്കാം. ഇനി ബിയോവൂൾഫ് നമുക്ക് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സ്, അതായത് ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ച ഒരു എപ്പിക് പോയമാണ് എന്ത്? ബിയോവൂൾഫ്. ഓക്കെ, നമുക്കിനി ബിയോവൂൾഫിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പോയമാണ്. ഇതിന് 3182 വരികളാണ് ഇതിന് ഉള്ളത്. മനസ്സിലായല്ലോ? ഇത് എഴുതിയ ആള് ബിയോവൂൾഫ് എഴുതിയ ആള് നമുക്ക് അനോണിമസ് ആണ്. അതായത് നമുക്ക് ഇന്നും അതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? ഏകദേശം ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാണ്? അനോണിമസ് ആണ്. പക്ഷെ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമാണ് ഈ ഒരു എപ്പിക് പോയത്തിന് എന്നാണ് നമുക്ക് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതിൽ ഈ ഒരു ബിയോവൂൾഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി എന്താണ്? ബിയോവൂൾഫ് എന്ന് പറഞ്ഞ ഒരു ജർമ്മനിക് ഹീറോ ആണ്. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഹീറോ ആണ്. ഈ ഹീറോ എന്ത് ചെയ്യുകയാണ്? അതായത് ഒരു രാജാവ് കെന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞല്ലോ അല്ലെ, ആംഗ്ലോ സാക്സൺസ് 7 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതിലെ ഒരു ഗ്രൂപ്പാണ് കെന്റ്. ഓക്കെ, സോ ഈ കെന്റിന്റെ ഒരു രാജാവിനെ ഈ ബിയോവൂൾഫ് എന്ത് ചെയ്യുകയാണ്? ഈ ബിയോവൂൾഫ് സഹായിക്കാൻ വരികയാണ്. എന്തിനാണ് സഹായിക്കണം? കെന്റിന്റെ രാജാവിന്റെ തന്റെ നാടിനെ ഒരു ഡ്രാഗൺ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഗ്രendel എന്നാണ് ആ ഡ്രാഗന്റെ പേര്. അല്ലെ, അതായത് ഡ്രാഗൺ അല്ല, ആക്ച്വലി ഒരു മോൺസ്റ്റർ ആണ് കേട്ടോ. ഐ എം റിയലി സോറി. ഡ്രാഗൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, നമ്മൾ മോൺസ്റ്റർ എന്നേ വിളിക്കത്തുള്ളൂ. ഓക്കെ,
സോ ആ മോൺസ്റ്ററിനെ, ഗ്രendel എന്ന് പറഞ്ഞ മോൺസ്റ്ററിനെ കൊല്ലാനായിട്ട് ആര് വരികയാണ്? ബിയോവോൾഫ്. അങ്ങനെ കഠിനമായ, ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, സോ ഈ മോൺസ്റ്ററിനെ ബിയോവോൾഫ് അങ്ങനെ കീഴ്പ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ കീഴ്പ്പെടുത്തിയതിന്റെ സന്തോഷത്തിൽ ഈ രാജാവ് എന്ത് ചെയ്തു? ബിയോവോൾഫിനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് ഒരു വിരുന്നൊക്കെ കൊടുത്ത്, അന്ന് രാത്രി അവരവിടെ ഇരിക്കുമ്പോഴാണ് ആര് വരുന്നത്? ഈ ഗ്രendലിന്റെ മദർ വരുന്നത്. ഈ മരിച്ചുപോയ, അല്ലെങ്കിൽ ബിയോവോൾഫ് കൊന്ന ഗ്രendel എന്ന് പറഞ്ഞ മോൺസ്റ്ററിന്റെ അമ്മയാണ് വരുന്നത്. എന്തിനാ? കൊല്ലാൻ. തന്നെ മകനെ കൊന്നതല്ലേ അല്ലെ? അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആക്രമിക്കാൻ, ബിയോവോൾഫിനെ ആക്രമിക്കാൻ വേണ്ടി ആര് വരികയാണ്? ഗ്രendel എന്ന് പറഞ്ഞ മോൺസ്റ്ററിന്റെ അമ്മ വരികയാണ്. മനസ്സിലായല്ലോ? പക്ഷെ ആ അമ്മയെയും ആര് ധീരമായി തന്നെ കൊല്ലുകയാണ്? ബിയോവോൾഫ് കൊല്ലുകയാണ്. ഓക്കെ, സോ അതിനുശേഷം ആക്ച്വലി ബിയോവോൾഫ് തന്റെ സ്വന്തം നാട്ടിലോട്ട് പോവുകയും അവിടെ കുറക്കാലം ഭരണം നടത്തിയതിനു ശേഷം അവസാനം താൻ അറിയുകയാണ് എന്ത്? തന്റെ നാടിനെ വേറെ ഏതോ ഒരു മോൺസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? മോൺസ്റ്റർ അല്ല, ഒരു ഡ്രാഗൺ എന്ത് ചെയ്തെന്ന് ആക്രമിക്കുകയാണ്. എന്നിട്ട് ഈ ബിയോവോൾഫ് എന്ത് ചെയ്യുകയാണ്? വെറുതെ ഇരിക്കോ? ഇല്ല, തന്റെ നാടിനെ രക്ഷിക്കണ്ടേ? അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട്, കുറച്ച് വിശ്വസ്തരെയൊക്കെ കൂട്ടിയിട്ട് ഇദ്ദേഹം വാളും എടുത്തിട്ട് ഈ ഒരു ഡ്രാഗനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഈ ഒരു ഡ്രാഗനെ ആക്രമിക്കാനായി അഥവാ കൊല്ലാനായി നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായി എന്ത് സംഭവിച്ചു? തന്റെ ബിയോവോൾഫിന്റെ കയ്യിലുള്ള വാള് എന്തായിപ്പോയി? മുറിഞ്ഞു പോയി. മനസ്സിലായല്ലോ? അപ്പൊ ആ മുറിഞ്ഞു പോയതൊക്കെ നോക്കിയിട്ട് ആ ഡ്രാഗൻ ആരെ ആക്രമിച്ചു? ബിയോവോൾഫിനെ ആക്രമിച്ചു. പക്ഷെ എന്നിരുന്നാലും തന്റെ അവസാന ശ്വാസത്തിനോടടക്കം എന്താ? ബിയോവോൾഫ് അവസാനം ആ ഡ്രാഗനെ കൊന്നു കളയുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആര് മരിച്ചുപോയി? ബിയോവോൾഫ് മരിച്ചുപോയി. അപ്പൊ തന്റെ ഒപ്പം വന്ന ആൾക്കാർ എന്ത് പറയുന്നുണ്ട്? ബിയോവോൾഫിനെ വരൂ, ബിയോവോൾഫിനെ എടുത്തിട്ട് വാ, നമുക്ക് ഇതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വരൂ എന്ന് പറയുമ്പോഴും ബിയോവോൾഫ് എന്താ പറയുന്നത്? ഇല്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്. എനിക്ക് അത്രയും ആക്രമിച്ചിട്ടുണ്ട് ആ ഡ്രാഗൻ. ഓക്കെ, മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ അവസാന സമയത്ത് തന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും മാത്രമല്ല അവസാന സമയവും ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഫുനറൽ, അതായത് അവസാന അന്ത്യകർമ്മ ചടങ്ങുകളൊക്കെ ഇല്ല, അതിനെ കുറിച്ചായിരുന്നു ഇദ്ദേഹം സംസാരിച്ച് അങ്ങനെ ഇദ്ദേഹം മരണമടയുകയാണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ബിയോവോൾഫ് എന്ന് പറഞ്ഞ എപ്പിക് പോയത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി 3182 വരികളാണ് ഇതിനുള്ളത് അല്ലെ. ഏകദേശം 1000 വർഷത്തിനധികം പഴക്കമുണ്ട് എന്നാണ് നമ്മൾ ഈ ബിയോവോൾഫിനെ എന്ന പോയത്തിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഇത്തരത്തിലാണ് ബിയോവോൾഫിന്റെ ഒരു സ്റ്റോറി ലൈൻ വരുന്നത്. മനസ്സിലായില്ല? സോ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വായിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി ബിയോവോൾഫ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ അല്ലെ. ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന്റെ ലിറ്ററേച്ചറിന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് എന്ത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ബിയോവോൾഫ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം ഈ ഓൾഡ് ഇംഗ്ലീഷ് വേഴ്സിന്റെ, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതായത് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് തീമുകൾ എന്ന് പറയുന്നത് എന്താണ്? റിംഗ് ഫോർ കിങ്, അതായത് രാജാവിനെ അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ്? അങ്ങോട്ട് പൊക്കി വിടുകയാണ്. രാജാവാണ് എല്ലാം എന്നുള്ള ആ ഒരു തീമിൽ വെച്ചിട്ടായിരിക്കും ഈ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല എന്താണ്? ബാറ്റിൽ, യുദ്ധം, അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീംസ്, ഇതൊക്കെയാണ് നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിന്റെ ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല ഈച്ച് ലൈൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 halves. ഓരോ വരികളും ഈ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പ്രത്യേകതയാട്ടോ ഞാൻ പറഞ്ഞത്. ഈ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഓരോ വരികളും 2 പകുതിയായിട്ടാണ് ഇവർ എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ല? അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കുറച്ച് കോമ്പൗണ്ട് വേർഡ്സ് ഒക്കെ ഇവര് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല ആക്ച്വലി അലിട്രേഷൻ അല്ലെ, എന്താ അലിട്രേഷൻ എന്ന് അറിയില്ലേ? അതായത് അലിട്രേഷൻ ഒരുപാട് ഇവര് റെഗുലർ ആയിട്ട് എല്ലാത്തിലും ഒരേപോലെ റെഗുലർ ആയിട്ട് അലിട്രേഷന്റെ ഉപയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? സോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കും ഇപ്പോഴും നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് ആണ് ഓൾഡ് ഇംഗ്ലീഷ്. ഒരിക്കലും അല്ല. യഥാർത്ഥത്തിൽ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കെൽറ്റിക്കും അതേപോലെ തന്നെ ഒരു ഇറ്റാലിയനും അങ്ങനെ ഏതൊക്കെയോ കുറെ ലാംഗ്വേജ് ഒക്കെ ചേർന്ന് ഉണ്ടായ ഒരു പ്രത്യേക
പ്രത്യേകതരം എന്താണ്, ഇന്ന് നമ്മൾ കാണുന്ന ഇംഗ്ലീഷുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇംഗ്ലീഷാണ് ആക്ച്വലി എന്ത് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇന്നും നമുക്ക് ഒരുപാട് ഓൾഡ് ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഒരുപാടെണ്ണം നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്കത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഈ ഇപ്പത്തെ ഉള്ള ഇംഗ്ലീഷ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് വിചാരിക്കരുത്. ഒട്ടും മാച്ചിങ് ഇല്ലാത്ത, ഓക്കെ, അത് ഇപ്പത്തെ ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഉപയോഗങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സ് ആണ് ഈ ഓൾഡ് ഇംഗ്ലീഷ്. ഓക്കെ, നമുക്കൊന്നും ഒരിക്കലും വായിക്കാൻ കൂടി സാധിക്കില്ല. ഇനി നമുക്ക് നോക്കാം ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് പ്രോസിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് കിങ് ആൽഫ്രഡിന്റെ ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ്. ഓക്കെ, ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ പ്രോസ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ, ഓൾഡ് ഇംഗ്ലീഷ് പ്രോസുകളെ കുറിച്ചല്ലേ. ഇനി നമ്മൾ നോക്കാം എന്താന്ന് വെച്ചാൽ ഓൾഡ് ഇംഗ്ലീഷ് പ്രോസുകളുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായി നിൽക്കുന്നതാണ് കിങ് ആൽഫ്രഡിന്റെ എന്താ ദി ആംഗ്ലോ സാക്സൺസ് ക്രോണിക്കിൾസ്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് നമുക്ക് ഏകദേശം എന്ത് മനസ്സിലായത്, അതായത് ആംഗ്ലോ സാക്സൺസിന്റെ ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടാമത് നമുക്ക് നോക്കാം വെനറബിൾ ബീഡ് അല്ലെ, ഞാൻ പറഞ്ഞിരുന്നു അല്ലെ ബീഡിന്റെ കാര്യം. വെനറബിൾ ബീഡ് അദ്ദേഹം എഴുതിയ ദി എക്ലസിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസ് വർക്കും നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് കാലഘട്ടത്തെ നിലനിന്നതാണ്. പിന്നെ നോക്കാം കൺസോലേഷൻ ഓഫ് ഫിലോസഫി ബൈ ബോയിത്തിയസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ദി കൺസോലേഷൻ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞ പ്രോസും ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും എന്താണ് ഒരേപോലെ തന്നെ ഫേമസ് ആയതാണ്. ഓക്കെ, മാത്രമല്ല അവസാനത്തെ 7 books of history against the pagans ആരാണ് എഴുതിയത്, ഒറേസിയസ് ആണ്. എഴുതിയത് ആരാണ്, ഒറേസിയസ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ദി 7 books of history against the pagans എന്ന് പറഞ്ഞ പ്രോസ് വർക്കും. ഇങ്ങനെ ഇത്തരത്തിൽ 4 പ്രോസ് വർക്കുകളാണ് ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർവൈവ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഒരുപാടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നശിച്ചു പോയിട്ടുണ്ടാവും, ഒരുപാട് പ്രോസ് വർക്കുകൾ നശിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള എന്താ അനോണിമസ് ആയിരിക്കും, ആരാ എഴുതിയതെന്ന് അറിയില്ല. ചിലതിന്റെ ചില ഭാഗമൊക്കെ എന്തായി മുറിഞ്ഞു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് അത് എന്തായി കണക്കൂട്ടാൻ പറ്റില്ല. നമുക്ക് ആവശ്യം ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് ആണെന്ന് അറിയിക്കാൻ മാത്രമുള്ള തെളിവുകൾ നമുക്ക് അതിന് ലഭിക്കില്ല. സോ നിലവിൽ സർവൈവ് ചെയ്ത് വന്ന ഈ 4 പ്രോസ് വർക്കുകളാണ് എന്ത് ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രോസ് വർക്കായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിന്റെ ലിറ്ററേച്ചർ അഥവാ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരെ കടക്കുകയാണ് എങ്ങോട്ട്, ഓൾഡ് ഇംഗ്ലീഷ് അഥവാ ആംഗ്ലോ സാക്സൺ പീരിയഡ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്, ആംഗ്ലോ നോർമൻ പീരിയഡ്, നോർമൻസിന്റെ അല്ലെ, അതായത് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് അല്ലെ. 1066 കാലഘട്ടം മുതൽ 1475 കാലഘട്ടം വരെ നീണ്ടു നിന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ആംഗ്ലോ സാക്സൺസ് അവരുടെ അഡ്മിനിസ്ട്രേഷനും 7 കിങ്ഡംസും അങ്ങനെയൊക്കെ നിലനിന്നു പോയ ഒരു കാലഘട്ടത്തിൽ ആര് വരികയാണ്, നോർമൻ അല്ലെ. നോർമൻസ് അഥവാ നോർമൻസ് എന്ന് പറഞ്ഞാൽ ആരാ, നോർമാൻഡിയിലെ ഡ്യൂക്കായ വില്യം ദി കോൺകറർ ഈ ഇംഗ്ലണ്ടിനെ ഇൻവേഡ് ചെയ്യുകയാണ് അല്ലെ. അതായത് ആ യുദ്ധം ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഇംഗ്ലണ്ടിനെ തന്റെ കൈക്കുള്ളിൽ ആക്കുകയാണ് ചെയ്തത് അല്ലെ. ആക്ച്വലി ഈ നോർവേസ് അല്ലെങ്കിൽ നോർമാൻഡി, അതായത് നോർവേയിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരാണ് ആര്, ഈ നോർമൻസ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫ്രാൻസിലുള്ള ജനങ്ങൾ എത്തരത്തിലാണോ ജീവിക്കുന്നത് അഥവാ ഫ്രാൻസിലുള്ള ജനങ്ങൾ ഏത് മതത്തിനെയാണോ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ അവരെ തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ആര്, നോർമൻസ്. അപ്പൊ നോർമൻസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത് വന്നപ്പോൾ ലിറ്ററേച്ചറിലും നമുക്ക് അതിന്റെ വളരെ വലിയ സ്വാധീനം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് എത്തരത്തിലാണ് കാണാൻ സാധിച്ച്, അതുവരെയും അഥവാ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടം വരെയും ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് ലാംഗ്വേജിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്ന് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോർമൻ കോൺക്വസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ലിറ്ററേച്ചറിൽ ഫ്രഞ്ചിന്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയുടെ ഒരു ചുയ വരാൻ തുടങ്ങി. അതായത് മാത്രമല്ല ഫ്രഞ്ച് ഭാഷയുടെ ചില പ്രത്യേക വേർഡ്സും ചില വാക്കുകളും ചില പ്രത്യേക പ്രയോഗങ്ങളും എല്ലാം തന്നെ ഈ ബ്രിട്ടനിലുള്ള ലിറ്ററേച്ചറുമായിട്ട് ഇടകലരാൻ
തുടങ്ങി. മനസ്സിലായല്ലോ? ആക്ച്വലി ഇതാണ് എന്ത് നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിൽ നമുക്ക് ലിറ്ററേച്ചറിൽ കാണാൻ വന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞ ഇതാണ്. അതായത് ഫ്രഞ്ച് ഒരു കൂടിച്ചേരൽ ഇവിടെ ഉണ്ടായി. അതായത് ബ്രിട്ടനിലോട്ട് ഈ നോർമൻസ് ഇൻവേഡ് ചെയ്ത് വന്നപ്പോൾ ആരാണ് അതിന്റെ തലവൻ? വില്യം ഒന്നാമല്ലേ, ദി കോൺകറർ. ഇദ്ദേഹമാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ബ്രിട്ടീഷ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ അതായത് ഫ്യൂഡലിസം കൊണ്ടുവന്നു, മനോറിയൽ സിസ്റ്റം കൊണ്ടുവന്നു അല്ലെ. എന്നിട്ട് അതൊക്കെ ഡീക്ലൈൻ ആയി അല്ലെ. ഇദ്ദേഹം കുറെ യുദ്ധം ചെയ്തു അല്ലെ. അങ്ങനെ കുറെ ഇതുണ്ട്, കുറെ സ്റ്റോറീസ് ഉണ്ട് വില്യം ദി കോൺകററെ കുറിച്ചിട്ട് അല്ലെ. നമുക്ക് അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് ഫ്രഞ്ചിൽ, അതായത് ഫ്രഞ്ച് ലാംഗ്വേജിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഈ ബ്രിട്ടനിലുള്ള ലിറ്ററേച്ചർ പിന്നീട് അങ്ങോട്ട് ഈ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിലുള്ള ലിറ്ററേച്ചറിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയറ്റ്സുകൾ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായി പറയാനുള്ളത് ആരാ? 1340 കാലഘട്ടം മുതൽ 1400 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആണ്. വെറും പോയറ്റ് അല്ല, ആരാണ്? ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജെഫ്രി ചോസർ. ഓക്കെ, ജെഫ്രി ചോസർ. ഇദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആണ്. മനസ്സിലായല്ലോ? ജെഫ്രി ചോസർ. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹം നമുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന് വിളിക്കാൻ കാരണം. സോ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വർക്കുകളിൽ വെച്ച് ഏറ്റവും ഇംപ്രസീവ് ആയത് അല്ലെങ്കിൽ ഫേമസ് ആയത് എന്താ? ദി കാന്റംബറി ടേൽസ് അല്ലെ. ദി കാന്റംബറി ടേൽസ് എന്ന് പറഞ്ഞ ഒരു വർക്ക് ഇദ്ദേഹത്തിന്റെ. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ തന്നെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് എന്തിനെ കാണുന്നത്? ഇദ്ദേഹത്തിന്റെ കാന്റംബറി ടേൽസിനെ കാണുന്നത്. ഇതുകൂടാതെ ഒരുപാടധികം വേറെ വർക്കുകളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു കവിയാണ് 1332 മുതൽ 1400 വരെ ജീവിച്ച വില്യം ലാംഗ്ലാൻഡ്. ആരാണ്? വില്യം ലാംഗ്ലാൻഡ് അല്ലെ. ഇദ്ദേഹവും ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നതിൽ വെച്ച് ഏറ്റവും ജെഫ്രി ചോസറെ പോലെ തന്നെ അത്രയും ഫേമസ് ആയ ഒരു പോയറ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് വർക്ക് എന്ന് നമ്മൾ കണക്കൂടുന്നത് എന്താ? പിയർ ദി പ്ലൗമാൻ എന്ന് പറഞ്ഞ ഒരു സറ്റയർ ആണ്. ഇത് ആക്ച്വലി ഒരു റിലീജിയസ് സറ്റയർ ആണ്. ഓക്കെ, മതപരമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സറ്റയർ ആണ് ഇദ്ദേഹത്തിൻ്റെത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റ് നോക്കാം. ജോൺ ഗോവർ. ഇദ്ദേഹവും 1332 മുതൽ 1408 കാലഘട്ടം വരെ ജീവിച്ച ഒരു കവിയാണ്. മിഡിൽ ഇംഗ്ലീഷ് പോയറ്റ് ആണ്. ഓക്കെ, സോ ഇദ്ദേഹം എന്ന് പറയുന്നത് അതായത് ഈ ഒരു കവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഭാഷയിൽ ഒരുമിച്ച് പോയംസ് അഥവാ 3 ഭാഷയിൽ ഒരുമിച്ച് എഴുത്തുകൾ എഴുതിയ ഒരു പോയറ്റ് ആണ് ജോൺ ഗോയർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഫ്രഞ്ച്, ലാറ്റിന്, അതേപോലെ തന്നെ മിഡിൽ ഇംഗ്ലീഷ്, ഇത്തരത്തിൽ ഈ 3 ലാംഗ്വേജിലും ഇദ്ദേഹം തന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നതാണ് കൺഫെസിയോ അമാന്റിസ്. ഇദ്ദേഹം എഴുതിയതിൽ വെച്ച് ആകെയുള്ള ഒരു ഇംഗ്ലീഷിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഏത്? ഈ പറഞ്ഞ കൺഫെസിയോ അമാന്റിസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഏതിലാ? ലാറ്റിനിലും ഇതിലും ഫ്രഞ്ചിലൊക്കെയാണ്. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹം ആകെ എഴുതിയ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ആകെ കിട്ടിയ കോൺട്രിബ്യൂഷൻ ഇതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വളരെ വലിയ സ്വാധീനമല്ല, അത്രയും പ്രാധാന്യമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ളത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത വ്യക്തിയെ കുറിച്ച് നോക്കാം. സർ തോമസ് മലോറി. ഓക്കെ, 1415 മുതൽ 1471 കാലഘട്ടം വരെ ജീവിച്ച ഒരു മിഡിൽ ഇംഗ്ലീഷ് പോയറ്റ് ആണ് ആര്? സർ തോമസ് മലോറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഇത് ലി മോർത്തെ ഡി ആർത്തർ എന്ന് പറഞ്ഞ ഒരു വർക്ക്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ, ഇദ്ദേഹം എഴുതിയത് വെച്ച് ഫേമസ് ആയ ഒരു വർക്കാണ്. ഓക്കെ, നോക്കാം. ഇനി അടുത്തത് ജോൺ വൈക്ലിഫ്. അറിയാലോ അല്ലെ? എന്താ അറിയാണ്ടില്ലേ? അതായത് 1330 കാലഘട്ടം മുതൽ 1384 കാലഘട്ടം വരെ ജീവിച്ച ഒരു മിഡിൽ ഇംഗ്ലീഷ് പോയറ്റ് ആണ് ആര്? ജോൺ വൈക്ലിഫ് അല്ലെ. ഇദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്. എന്താ? ദി മോർണിംഗ് സ്റ്റാർ ഓഫ് റെസ്റ്റോറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ജോൺ വൈക്ലിഫിനെയാണ് അല്ലെ. റെസ്റ്റോറേഷൻ പീരീഡ് പഠിച്ചു അല്ലെ. ഒരുപാട് നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലും ലിറ്ററേച്ചറിലൊക്കെ ആയിട്ട് പഠിച്ചതാണ് അല്ലെ റെസ്റ്റോറേഷൻ.
സോ ജോൺ വൈക്ലിഫിനെയാണ് നമ്മൾ ദി മോർണിംഗ് സ്റ്റാർ ഓഫ് റെസ്റ്റോറേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ ലൈക്ക് നമ്മുടെ ബ്രിട്ടന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജിയിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന ഒരു പോയറ്റ്, ഒരു വ്യക്തിയാണ് ആര്? ജോൺ വൈക്ലിഫ്. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലാണ് അല്ലെങ്കിൽ ഇവരൊക്കെയാണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിലെ പോയറ്റ്സ് ആയിട്ട് നമ്മൾ ഇവരെയൊക്കെയാണ് കണക്കൂട്ടുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് നോക്കാം ഈ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമകൾ ഏതൊക്കെ എന്നാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഈ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ? ആക്ച്വലി മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മിസ്റ്ററി പ്ലേ, മറ്റൊന്ന് മിറാക്കിൾ പ്ലേ, മറ്റൊന്ന് മൊറാലിറ്റി പ്ലേ. ഇങ്ങനെ 3 ഡ്രാമകളാണ് ആക്ച്വലി മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമയായിട്ട് കണക്കൂട്ടുന്നത്. ഏതൊക്കെയാ പറഞ്ഞേ? മിസ്റ്ററി പ്ലേ ആൻഡ് ദെൻ മൊറാലിറ്റി പ്ലേ, മറ്റൊന്ന് എന്താ? മിറാക്കിൾ പ്ലേ. ഇങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ ഈ 3 ഡ്രാമയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മിസ്റ്ററി പ്ലേ. മിസ്റ്ററി പ്ലേ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിലീജിയസ് ഡ്രാമയാണ്. മനസ്സിലായല്ലോ. ഇതിനെ തന്നെ നമ്മൾ സൈക്കിൾ പ്ലേ എന്ന് മറ്റൊരു പേര് കൂടി ഈ മിസ്റ്ററി പ്ലേക്ക് ഉണ്ട്. ഓക്കെ, അതായത് റിലീജിയസ് ഡ്രാമ എന്ന് പറയുന്നത് ബൈബിളിലുള്ള ഓരോ കഥകൾ എടുത്തിട്ട് അതിങ്ങനെ നാടക രൂപത്തിൽ എന്ത് ചെയ്യും? അവതരിപ്പിക്കും. റിലീജിയസ് ആണ്. ഓക്കെ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രാമകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസ്റ്ററി പ്ലേ എന്ന് വിളിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ ആരാകും? പള്ളിയിലച്ഛനാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതനാകും. അങ്ങനെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും കുറച്ച് പ്രമുഖ വ്യക്തികളായിരിക്കും ഈ ഒരു ഇതില് അഭിനയിക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ ഡ്രാമയിൽ അഭിനയിക്കാനുള്ളത്. ഓക്കെ, ബൈബിളിലെ സ്റ്റോറീസ് തന്നെ ഇവര് ഡ്രാമ രൂപത്തിൽ അവതരിപ്പിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? മിസ്റ്ററി പ്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം മിറാക്കിൾ പ്ലേ. മനസ്സിലായല്ലോ. മിറാക്കിൾ പ്ലേ എന്ന് പറയുന്നത് ആക്ച്വലി യാഥാർത്ഥ്യമായതോ അല്ലെങ്കിൽ ഫിക്ഷൻ ആയിട്ടുള്ള അതായത് സയൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ചില ഇവരുടെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ചില പ്രത്യേക അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയ ഒരുപാട് സെയിൻസ് ഉണ്ടാവും. അതായത് പുരോഹിതന്മാരുണ്ടാവും. ഓക്കെ, അവര് ദൈവമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള ആളെന്ന് ഇവര് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്ന കുറച്ച് അത്രയും പുരോഹിതന്മാര് അവരുടെ സ്റ്റോറികൾ, ആ പുരോഹിതന്മാരുടെ സ്റ്റോറികൾ, സെയിൻസിന്റെ സ്റ്റോറികൾ ഡ്രാമ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മിറാക്കിൾ പ്ലേ എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും കൂടുതലും വിർജിൻ മേരി അല്ലേ? വിർജിൻ മേരിന്റെ അതുപോലെ തന്നെ സെന്റ് നിക്കോളാസിന്റെയും ജീവിത രീതികൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളാണ് ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു മിറാക്കിൾ പ്ലേയിൽ ഡ്രാമ രൂപത്തിൽ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം മൊറാലിറ്റി പ്ലേ. ആക്ച്വലി എന്ത് ഈ മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്? ഈ മൊറാലിറ്റി ഡ്രാമ ഇവരെങ്ങനെയാണ് ഈ ഡ്രാമ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓർഡിനറി പീപ്പിൾ, ഓക്കെ, സാധാരണക്കാരായ മനുഷ്യന്മാർ തന്റെ ജീവിതത്തിൽ അതായത് ഈ ഡ്രാമയിലൂടെ മറ്റൊരാൾക്ക് ഒരു മോറൽ ലെസൺ അവർക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു മോറൽ ലെസൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശം കൊണ്ടാവും എപ്പോഴും ഈ മൊറാലിറ്റി പ്ലേ ആരംഭിക്കുന്നത്. അതായത് ഈ ഡ്രാമയിലൂടെ മനുഷ്യ ജീവിതത്തിൽ ഉപകാരപ്രദമായ ചില നല്ല മോറൽ ലെസൺസ് പങ്കുവെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് എന്ത്? മൊറാലിറ്റി പ്ലേ. മനസ്സിലായല്ലോ. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമയെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? മിസ്റ്ററി പ്ലേ ആൻഡ് മൊറാലിറ്റി പ്ലേ ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ എന്താ? മിറാക്കിൾ പ്ലേ. അല്ലെ? ഇത്തരത്തിലാണ് ഓരോ ഡ്രാമകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഇതൊക്കെ ഫസ്റ്റ് ബുദ്ധിമുട്ടായി തോന്നും, കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവാനൊക്കെ തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയുമായി ഒരുപാട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ അത് രണ്ടും ഒപ്പം വെച്ച് പഠിച്ചു പോലെ മനസ്സിലാവുള്ളൂ. മനസ്സിലായല്ലോ. സോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ നോക്കിയത് ഈ ലെസണിൽ നോക്കിയത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിന്റെ പ്രത്യേകതകളും ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകളും അതേപോലെ തന്നെ ചില ഫീച്ചേഴ്സും അതേപോലെ തന്നെ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് പോയറ്റ്സുകളും അവരുടെ പ്രത്യേകതകളും അവരുടെ വർക്ക്സുകളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നന്നായി ആ SLM ഒന്ന് വായിച്ചു നോക്കാം. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരെയും ബൈ.